നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അപൂർവ ധാതു സമ്പത്തിന്റെ ഒരു ഭാഗം യുഎസുമായി പങ്കിടാനുള്ള നിർണായക കരാറിന് സമ്മതം മൂളി ഉക്രൈൻ. ധാരണയിലെത്തിയ കരാറിൽ നാളെ ഒപ്പിട്ടേക്കും. ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി വാഷിംഗ്ടണിലെത്തും. 4 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം ഹമാസ് റെഡ് ക്രോസിന് കൈമാറി. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന് കീഴിലുള്ള ഇരുവിഭാഗത്തിന്റെയും സാധ്യതകൾ ഇതോടെ പൂർത്തീകരിക്കപ്പെട്ടു. ഡൊണാൾഡ് ട്രംപ് ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്നു. യോഗത്തിൽ സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിനായി തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം ഫെഡറൽ ഏജൻസികൾക്ക് നൽകി. പ്രതിരോധ ചെലവ് കുത്തനെ കുറയ്ക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം സ്വാഗതം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവ് പാതിയായി കുറയ്ക്കണമെന്ന് ട്രംപിന്റെ ആഹ്വാനം. സുഡാനിൽ സൈനിക വിമാനം തകർന്നു വീണ് 46 പേർ മരിച്ചു, 10 പേർക്ക് പരിക്ക്. ഖാർത്തൂമിൽ സമീപ പ്രദേശത്തുള്ള ജനവാസ കേന്ദ്രത്തിലാണ് അപകടം. മരിച്ചവരിൽ സീനിയർ സൈനിക കമാൻഡറും ഉൾപ്പെടുന്നു. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. KPCCയിൽ പുനഃസംഘടന ഉടൻ വേണമെന്ന് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ അപൂർവ ധാതു സമ്പത്തിന്റെ ഒരു ഭാഗം യുഎസുമായി പങ്കിടാനുള്ള നിർണായക കരാറിന് സമ്മതം മൂളി ഉക്രൈൻ. ധാരണയിലെത്തിയ കരാറിൽ നാളെ ഒപ്പിട്ടേക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി വാഷിംഗ്ടണിൽ എത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ട്രംപ് സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് ഉക്രൈൻ കരാറിന് വഴങ്ങിയത്. അതേസമയം ഉക്രൈൻ മുന്നോട്ട് വെച്ച സുരക്ഷാ ഗ്യാരണ്ടികൾ യുഎസിൽ ഉറപ്പ് ഇതേവരെയും ലഭിച്ചിട്ടില്ലെന്നും സെലൻസ്കി ഇന്നലെ അറിയിച്ചു. കരാർ എന്ന് ഒപ്പിടുമെന്ന് സെലൻസ്കി പ്രതികരിച്ചിട്ടില്ല. സുരക്ഷാ ഗ്യാരണ്ടികൾ ലഭിക്കാതെ ഉക്രൈൻ കരാറിൽ ഒപ്പിടില്ല. കരാറിലെ വ്യവസ്ഥകളും പുറത്തുവിട്ടിട്ടില്ല. അധികാരം ഏറ്റ ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്നു. യോഗത്തിൽ സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിനായി തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം ഫെഡറൽ ഏജൻസികൾക്ക് നൽകി. കൂടുതൽ തൊഴിൽ വെട്ടിക്കുറവുകൾക്ക് പുറമെ ഉക്രൈന്റെ നാറ്റോ അംഗത്വം, ഫെഡറൽ തൊഴിലാളികൾക്ക് അവരുടെ ജോലിയെ ന്യായീകരിക്കാൻ എലോൺ മസ്ക് ഇമെയിൽ വഴി നൽകിയ അന്ത്യശാസനവും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാ അനാവശ്യ കരാറുകളും അവലോകനം ചെയ്യുവാനും അവസാനിപ്പിക്കുവാനും ഏജൻസികൾക്ക് ഡോജുമായി സഹകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലും US പ്രസിഡന്റ് ഒപ്പുവെച്ചു. സുഡാനിൽ സൈനിക വിമാനം തകർന്നു വീണ് 46 പേർ മരിച്ചു, 10 പേർക്ക് പരിക്കേറ്റു. ഖാർത്തൂമിലെ സമീപ പ്രദേശത്തുള്ള ജനവാസ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അപകടം. മരിച്ചവരിൽ സീനിയർ സൈനിക കമാൻഡറും ഉൾപ്പെടുന്നു. വടക്കു പടിഞ്ഞാറൻ നഗരമായ ഓർദുമാനിലെ സൈന്യത്തിന്റെ വലിയ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ വാദി സെയ്ദ വ്യോമയാന താവളം സമീപം ചൊവ്വാഴ്ച രാത്രിയാണ് ആന്റോനോവ വിമാനം തകർന്നു വീണത്. പറന്നുയർന്നതിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. 4 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം ഹമാസ് റെഡ് ക്രോസിന് കൈമാറി. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന് കീഴിലുള്ള ഇരുവിഭാഗത്തിന്റെയും ബാധ്യതകൾ ഇതോടെ പൂർത്തീകരിക്കപ്പെട്ടു. ഈ കാലയളവിൽ ഹമാസ് 8 മൃതദേഹങ്ങൾ ഉൾപ്പെടെ 33 ബന്ദികളെ കൈമാറി. ഏകദേശം 2000 പലസ്തീൻ തടവുകാരെ തിരികെ നൽകി. 6 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിന്റെ നിലവിലെ ആദ്യഘട്ടം ഈ വാരാന്ത്യത്തിൽ അവസാനിക്കാനിരിക്കെയാണ് ഈ കൈമാറൽ നടന്നത്. ഗവൺമെന്റ് എഫിഷ്യൻസ് ഡിപ്പാർട്ട്മെന്റിലെ തന്റെ ടീമിൽ ധാരാളം വധഭീഷണികൾ ലഭിക്കുന്നതായി എലോൺ മസ്ക് ബുധനാഴ്ച നടന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേം സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ അദ്ദേഹം ഭരണകൂടത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും സംസാരിച്ചു. US ഡിപ്പാർട്ട്മെന്റ് ചെലവ് ചുരുക്കൽ ശ്രമങ്ങൾ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. പ്രതിരോധ ചെലവ് കുത്തനെ കുറയ്ക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം സ്വാഗതം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവ് പാതിയായി കുറയ്ക്കണമെന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തത്. ട്രംപിന്റെ ആഹ്വാനം തള്ളി ചൈന രംഗത്ത് വന്നപ്പോഴാണ് ലോകത്തെ അമ്പരപ്പിച്ച് പുടിൻ സ്വാഗതം ചെയ്തത്. നല്ലൊരു നിർദ്ദേശം എന്നായിരുന്നു പുടിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ റഷ്യ കൂടുതൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും പുടിൻ വ്യക്തമാക്കി. USലെ സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർമാരുടെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു എന്ന് റിപ്പോർട്ട്. ഓട്ടോമേറ്റഡ് റിഡക്ഷൻ ഇൻ ഫോഴ്സ് എന്നതിന്റെ ചുരുക്കപ്പേരായ ഓട്ടോറിഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡോജ് ഇതിനായി ഉപയോഗിക്കുന്നതെന്നും വയേർഡ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് US പ്രതിരോധ വകുപ്പാണ് ആദ്യമായി ഓട്ടോറിഫ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. അതിനുശേഷം നിരവധി തവണ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഈ ആപ്പ് വിവിധ സർക്കാർ ഏജൻസികൾ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തു. രാജ്യത്ത് അനധികൃതമായി കുടിയേറി പാർക്കുന്നവർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവർക്ക് പിഴയും ജയിലും ഉറപ്പാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്നായിരുന്നു അനധികൃത
കുടിയേറ്റത്തിനെതിരായ കർശന നടപടി. ഇത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരെയും ബാധിച്ചു. US ഇമിഗ്രേഷൻ രജിസ്റ്റർ പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിയമവിരുദ്ധമായി താമസിച്ചിരുന്ന എല്ലാവരെയും ഉടൻ തന്നെ ഫെഡറൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അല്ലാത്തപക്ഷം അവർക്ക് പിഴയും ജയിലും നേരിടേണ്ടി വരും. UK വെയിൽസ് അസംബ്ലിയിൽ നോർക്ക റൂട്ട്സ് സേവന മികവിനെ പ്രശംസിച്ച് ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പ് ക്യാബിനറ്റ് സെക്രട്ടറി ജെമറി മെയിൽസ് കഴിഞ്ഞ വർഷം നോർക്ക റൂട്ട്സുമായി ഒപ്പിട്ട കരാർ അനുസരിച്ച് 300-ലധികം നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യപ്പെട്ടു. UK വെയിൽസ് നാഷണൽ അസംബ്ലിയിൽ നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സേവനങ്ങളെ പ്രകീർത്തിച്ച് ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് ക്യാബിനറ്റ് സെക്രട്ടറി ജെറമി മെയിൽസ് കഴിഞ്ഞ വർഷം നോർക്ക റൂട്ട്സുമായി ഒപ്പിട്ട കരാർ പ്രകാരം പ്രതിവർഷം 250 നഴ്സിംഗ് പ്രൊഫഷണലുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനായിരുന്നു തീരുമാനം. എന്നാൽ കേരളത്തിൽ നിന്നുള്ള മികച്ച ഉദ്യോഗാർത്ഥികളുടെ ലഭ്യതയും നോർക്ക റൂട്ട്സിന്റെ റിക്രൂട്ട്മെന്റ് മികവും 300-ലധികം നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് സഹായകരമായി. കൂടാതെ എമർജൻസി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓങ്കോളജി, റേഡിയോളജി, ഹിമറ്റോളജി സ്പെഷ്യാലിറ്റികളിൽ ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്യാനായി. മെന്റൽ ഹെൽത്ത് സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്കായുള്ള പ്രത്യേക റിക്രൂട്ട്മെന്റും ഹൈദരാബാദിൽ സംഘടിപ്പിക്കാനായെന്നും ജെറമി മെയിൽസ് ചൂണ്ടിക്കാട്ടി. മെന്റൽ ഹെൽത്ത് സ്പെഷ്യാലിറ്റിയിലെ പ്രൊഫഷണലുകളെ കണ്ടെത്തുന്നതിന് വെല്ലുവിളി നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വർഷം പൈലറ്റ് പ്രോജക്റ്റായി മെന്റൽ ഹെൽത്ത് സൈക്യാട്രി നഴ്സുമാരുടെ പ്രത്യേക റിക്രൂട്ട്മെന്റും പരിശീലനവും പരിഗണനയിലാണ്. ഇതോടൊപ്പം മെഡിക്കൽ പഠനശേഷം ഡോക്ടർമാർക്കും ഡെന്റിസ്റ്റുമാർക്കും ഉന്നത പഠനത്തിനും ജോലിക്കും അവസരമൊരുക്കുന്ന കൺസൾട്ടന്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമും പരിഗണിക്കുന്നുണ്ടെന്നും ജെറമി മെയിൽസ് അസംബ്ലിയിൽ പറഞ്ഞു. വെയിൽസിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ വെയിൽസ് ഫസ്റ്റ് മിനിസ്റ്റർ എലുനഡ് മോർഗനും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയും കഴിഞ്ഞ വർഷം മാർച്ച് 1-നാണ് തിരുവനന്തപുരത്ത് ഒപ്പിട്ടത്. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ വയോജന പരിചരണം നഴ്സിംഗ് മേഖലകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് സാധ്യത ഒരുക്കുന്ന ത്രികക്ഷി ഒപ്പിട്ടു. കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഘവുമായ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഡിസ്ക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി, ദ മൈഗ്രേഷൻ ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടറായ സാറ താപ്പ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടി കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാബ് ആദ്യമായാണ് ഒരു കന്നഡ കൃതി ഈ നേട്ടം കൈവരിക്കുന്നത്. ദീപ വസ്തിയാണ് ചെറുകഥാ സമാഹാരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. 13 പുസ്തകങ്ങളാണ് ലോങ് ലിസ്റ്റിലുള്ളത്. 6 പുസ്തകങ്ങളുടെ ചുരുക്കപ്പട്ടിക ഏപ്രിൽ അറിയാം. മെയ് 20-നാണ് വിജയിയെ പ്രഖ്യാപിക്കുക. ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന ഫിക്ഷൻ രചനകളാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. ഒമാനിൽ വൻ നിക്ഷേപ പദ്ധതിയുമായി ചൈനീസ് കമ്പനി ഏകദേശം 200 ദശലക്ഷം റിയാൽ അഥവാ $52 കോടി നിക്ഷേപവുമായാണ് ചൈനീസ് കമ്പനിയായ മസ്കറ്റ് ചാമിങ് ഇൻവെസ്റ്റ്മെന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. 1,60,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള ഒരു സംയോജിത ചൈനീസ് വ്യാവസായിക സമുച്ചയം സ്ഥാപിക്കുന്നുള്ള നിക്ഷേപ കരാറിൽ ഹസാനെ ഇക്കണോമിക് സിറ്റിയുമായി ചൈനീസ് കമ്പനി ഒപ്പുവെച്ചു. ഇതോടെ ഒമാനിലെ മാത്രമല്ല ഗൾഫ് മേഖലയിലെ തന്നെ ഒരു പ്രമുഖ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒമാനിലെ ഹസാന. ബഹിരാകാശ രംഗത്ത് പുതിയ മുന്നേറ്റവുമായി ദുബായിയുടെ പുതിയ ബഹിരാകാശ പദ്ധതിയുമായി ഇത്തിഹാദ് സാറ്റ് വിക്ഷേപണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞതായി റിപ്പോർട്ട്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. സാറ്റലൈറ്റിന്റെ നിർമ്മാണം ഇതിനകം പൂർത്തിയായി. 2025 മാർച്ചിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുവാനുള്ള ഒരുക്കത്തിലാണെന്നും ഷെയ്ഖ് ഹംസാൻ വ്യക്തമാക്കി. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററും ദക്ഷിണ കൊറിയയുടെ സാട്രിക് ഇനിഷ്യേറ്റീവും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെയാണ് നൂതന സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തത്. റംസാന് മുന്നോടിയായി UAEയിൽ 1295 തടവുകാരെ മോചിപ്പിക്കുവാൻ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. തടവുകാരുടെ ശിക്ഷയുടെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തടവുകാർക്ക് ഒരു പുതിയ തുടക്കം നൽകുന്നതിനും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും അവരുടെ വീടുകളിലും പ്രാദേശിക സമൂഹത്തിലും സ്ഥിരത വളർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചു. ജമ്മു കാശ്മീരിൽ ജനാധിപത്യത്തെ അടിച്ചമർത്തുകയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്തു എന്ന് പാകിസ്ഥാൻ ആരോപിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ മറുപടിയായി എത്തിയത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കൽ, ജനാധിപത്യ മൂല്യങ്ങളുടെ വ്യവസ്ഥാപിതമായ തകർച്ച എന്നിവ സംസ്ഥാന നയങ്ങൾ ഉൾപ്പെടുന്നതും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച തീവ്രവാദികളെ ധിക്കാരപൂർവ്വം സംരക്ഷിക്കുന്നതുമായ ഒരു രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാന് ആരെയും പഠിപ്പിക്കാൻ യോഗ്യതയില്ല എന്ന് ഇന്ത്യ വിമർശിച്ചു.
മമതാ ബാനർജിയെ രൂക്ഷമായി വിമർശിച്ച് കൽക്കട്ട ഹൈക്കോടതി 1976 നിർമ്മിച്ച മധുരാപുരിയിലെ 10 കിടക്കകളുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം നവീകരിക്കുന്നതിലും വിപുലീകരിക്കുന്നതിലും മമതാ സർക്കാരിന്റെ വീഴ്ച ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം, ജസ്റ്റിസ് ചൈതലി ചാറ്റർജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് മമതയെ രൂക്ഷമായി വിമർശിച്ചത്. വോട്ടുകൾ മതി, വോട്ടർമാരെ വേണ്ട എന്നാണ് കോടതി മമതയെ വിമർശിച്ചത്. സാമൂഹ്യ പ്രവർത്തകന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു വിമർശനം. അസമിലെ മൊറിഗാവ് ജില്ലയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5 തീവ്രതയിലാണ് ഭൂകമ്പം അനുഭവപ്പെട്ടതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഇന്ന് പുലർച്ചെ 2:25 ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം 16 കിലോമീറ്റർ ദൂരത്തിൽ അനുഭവപ്പെട്ടതായാണ് വിവരം. ഗുവാഹത്തിയിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ ബംഗാൾ ഉൾക്കടലിലും റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രതയിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിലേക്ക്. കേരള ഹൈലൈറ്റ്സ്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. KPCCയിൽ പുനഃസംഘടന ഉടൻ വേണമെന്ന ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതായാണ് വിവരം. കേരളത്തിലെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം കേരളത്തിൽ പുതിയ KPCC അധ്യക്ഷനെ മാർച്ച് ആദ്യവാരം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. പാർട്ടിയിൽ തന്നെ പിന്നിൽ നിന്നും കുത്തുന്നവരെ തനിക്ക് നന്നായി അറിയാമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. മനുഷ്യത്വമുള്ളവർ കൂടെ നിൽക്കും. അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നപ്പോഴുണ്ടായ നേട്ടങ്ങളും പ്രവർത്തനങ്ങളുടെ രത്നച്ചുരുക്കവും ഹൈക്കമാൻഡിനെ അറിയിക്കും. പാർട്ടി ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമെന്നും മുഖ്യമന്ത്രിയാകാനില്ലെന്നും താനും VD സതീശനും ഒരുമിച്ച് പറഞ്ഞതാണെന്നും K. സുധാകരൻ വ്യക്തമാക്കി. KPCC പുനഃസംഘടനാ ചർച്ചയ്ക്കിടെയായിരുന്നു പ്രതികരണം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഇലക്ട്രിക് ജോലികളുടെയും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനാ സംവിധാനവുമായി സിവിൽ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ലബോറട്ടറി ടെക്നോ പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ടെക്നോ പാർക്കിലെ ഫേസ് 1 ക്യാമ്പസിലാണ് ലബോറട്ടറി പ്രവർത്തിക്കുക. ലബോറട്ടറിയുടെ ഉദ്ഘാടനം ടെക്നോ പാർക്ക് CEO കേണൽ സഞ്ജീവ് നായർ നിർവഹിച്ചു. ടെക്നോ പാർക്ക് ജീവനക്കാർക്കായുള്ള അടിയന്തര ആരോഗ്യ സേവന കേന്ദ്രം ഫേസ് 3 ക്യാമ്പസിലെ യമുന കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയുടെ സാന്നിധ്യത്തിൽ ടെക്നോ പാർക്ക് CEO കേണൽ റിട്ടയർഡ് സഞ്ജീവ് നായർ ആരോഗ്യ സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം $1 110.61 ഇന്ത്യൻ രൂപ, $1 87.39 രൂപ, €1 91.47 രൂപ, £1 1.27 ഇനി സ്പോർട്സ്. രഞ്ജി ട്രോഫി ഫൈനലിൽ ആദ്യ ദിനം സെഞ്ചുറിയുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഡാനിഷ് മലേവർ ഉൾപ്പെടെ വിദർഭ നിരയിലെ 3 കരുത്തരെ 43 റൺസിനോട് പുറത്താക്കി. രണ്ടാം ദിനം ആദ്യ സെഷനിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് കേരളം. ഡാനിഷ്, യഷ് ഠാക്കൂർ എന്നിവരെ NP ബേസിലും യഷ് റാത്തോഡിനെയും ഏതൻ ആപ്പിൾട്ടോണുമാണ് പുറത്താക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ അപൂർവ ധാതു സമ്പത്തിന്റെ ഒരു ഭാഗം US-മായി പങ്കിടാനുള്ള നിർണായക കരാറിന് സമ്മതം മൂളി ഉക്രൈൻ. ധാരണയിലെത്തിയ കരാറിൽ നാളെ ഒപ്പിട്ടേക്കും. ഉക്രൈൻ പ്രസിഡന്റ് വൊളാഡിമിർ സെലൻസ്കി വാഷിംഗ്ടണിലെത്തും. 4 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം ഹമാസ് റെഡ് ക്രോസിന് കൈമാറി. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന് കീഴിലുള്ള ഇരുഭാഗത്തിന്റെയും സാധ്യതകൾ ഇതോടെ പൂർത്തീകരിക്കപ്പെട്ടു. ഡൊണാൾഡ് ട്രംപ് ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്നു. യോഗത്തിൽ സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിനായി തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം ഫെഡറൽ ഏജൻസികൾക്ക് നൽകി. പ്രതിരോധ ചെലവ് കുത്തനെ കുറയ്ക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം സ്വാഗതം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവ് പാതിയായി കുറയ്ക്കണമെന്ന് ട്രംപിന്റെ ആഹ്വാനം. സുഡാനിൽ സൈനിക വിമാനം തകർന്നു വീണ് 46 പേർ മരിച്ചു, 10 പേർക്ക് പരിക്ക്. ഖാർത്തൂമിൽ സമീപ പ്രദേശത്തുള്ള ജനവാസ കേന്ദ്രത്തിലാണ് അപകടം. മരിച്ചവരിൽ സീനിയർ സൈനിക കമാൻഡറും ഉൾപ്പെടുന്നു. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. KPCCയിൽ പുനഃസംഘടന ഉടൻ വേണമെന്ന് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.
ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.